ഹലോ കിഡീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ മേലത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞാൻ താഴത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും ശരത്തേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചു കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ധൈര്യത്തിലാണ് കേട്ടോ ഞാൻ പോയിട്ട് മേലെ നിന്ന് ഇങ്ങനെ പ്രകൃതി ആസ്വദിച്ചു കൊണ്ട് നിന്നിരുന്നത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഈ സമയത്തൊക്കെ അടുക്കളയിൽ നിന്ന് പണിയോട് പണിയായിരിക്കും. ഇന്ന് പക്ഷേ ഒഴിവ് ദിനമാണ്. അതിനൊരു കാരണമുണ്ട്. എൻ്റെ വിരൽ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ 2 ചൂണ്ടുവിരലിനും ഭയങ്കര വേദന. നഖത്തിൽ ഇൻഫെക്ഷൻ വരുന്നതാണോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. അത് എവിടെയെങ്കിലും തട്ടേ പിടിക്കുക എന്തെങ്കിലും വെള്ളമൊക്കെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര നീറ്റം തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതരം പറഞ്ഞു രാവിലെ എണീറ്റപ്പോൾ എനിക്ക് ഭയങ്കര പെയിനായിരുന്നു. അപ്പോൾ പറഞ്ഞു നീ ഒന്നും ചെയ്യണ്ട, ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ധൈര്യത്തിലാണ് ഞാനിവിടെ ഒന്നും ചെയ്യാണ്ടൊക്കെ നിന്നത്. അതുപോലെ തന്നെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഞാൻ ആ വിരൽ ഇങ്ങനെ കൂടുതൽ അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. വെറും നമ്പറായിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് മാറി. ഈ താങ്ങാനുണ്ടെങ്കിലേ തളർച്ച ഉണ്ടാവൂ എന്ന് പറയില്ലേ, അതുപോലെയാണ് എൻ്റെ കാര്യം കേട്ടോ. ഇന്ന് താങ്ങാൻ വീട്ടിൽ ശരത്തേട്ടുള്ള കാരണം കൊണ്ട് ഭയങ്കര തളർച്ചയായിരുന്നു. കാലത്ത് എണീറ്റപ്പോൾ തൊട്ട് വെറും നമ്പറായിരുന്നു കേട്ടോ. ശരത്തേണ്ണാണെങ്കിൽ ഇതേ കണ്ട കറി ഒഴിച്ച് തരുന്നു, വായിൽ വേണമെങ്കിൽ വെച്ച് തരണോ എന്ന് വരെ ചോദിക്കും. ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്ന കാരണം കൊണ്ടാണ് വേണ്ടതെന്ന് പറഞ്ഞത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വായും പൊളിച്ചിരിക്കും, വായിൽ വെച്ച് തരുകയും ചെയ്യും കേട്ടോ. എൻ്റെ വീട്ടിലാണെങ്കിൽ പോലും അങ്ങനെയാണ്. ആരെങ്കിലും എനിക്ക് എന്തെങ്കിലും വാരി തരട്ടേന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പോഴും ഇത്ര 10-30 വയസ്സ് കഴിഞ്ഞു എന്നാലും ഞാൻ പറയും ശരി തന്നോളാൻ പറയും. അത്രയും എനിക്ക് എന്താ പറയുക, ഭക്ഷണം ആരെങ്കിലും വാരി തരുന്നത് എനിക്ക് അത്ര ഇഷ്ടമാണ്. എല്ലാവരും അങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഞാൻ അങ്ങനെയാണ് കേട്ടോ. പിക്കുവിന് സ്കൂളിൽ ഇങ്ങനെ ആനിവേഴ്സറി നടക്കുകയാണ് കേട്ടോ. ആനുവൽ ഡേ, കൾച്ചറൽ പ്രോഗ്രാമോ അങ്ങനെ എന്തൊക്കെയോ പല സെക്ഷനായിട്ടൊക്കെ തിരിച്ചിട്ടാണ് നടത്തുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് അവന് ഇന്ന് പ്രാക്ടീസാണുള്ളത്. അപ്പോൾ അവന് ഇന്ന് ഒരു 10-10:30 ആകുമ്പോഴത്തേക്കും സ്കൂളിലേക്ക് പോയാൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് ശരത്തേട്ടൻ ഇന്ന് വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നത്. അവനെ കൊണ്ടുവരാനും കൊണ്ടാക്കാനും ഒക്കെ ആൾ വേണം, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തോ ശരത്തേട്ടൻ്റെ എന്തോ കഴിക്കാനായിട്ട് എടുത്തുകൊണ്ടെന്നാണ്, എന്തോ റൈസ് ബാത്തോ അങ്ങനെ എന്താണ്ടായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾക്കൊക്കെ ടേസ്റ്റ് ചെയ്യാനായിട്ട് തന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്നോട് ചോദിച്ചായിരുന്നു കേട്ടോ ഞാൻ വായിൽ വെച്ച് തരണമെന്ന്. ഞാൻ പറഞ്ഞാൽ അത്ര കുഴപ്പമൊന്നുമില്ല, സത്യം പറയുകയാണെങ്കിൽ വീഡിയോ എടുക്കണ കാരണം കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞേനെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കഴിക്കാനായിട്ട് ഇരുന്നു. എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം ഒക്കെയാണ് പറ്റാറുള്ളൂ കേട്ടോ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ. ഇത് നാളത്തെ ഉച്ചയ്ക്ക് തരട്ടി വെച്ചോ. ഞാൻ വലിയ കാര്യത്തിൽ മഞ്ഞപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡർ ഇട്ടൊക്കെ കഴിഞ്ഞപ്പോഴാണ് കണ്ടത് ഇതിൽ വരഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു മകനെ ഇതിൽ വരഞ്ഞിട്ടില്ല, വേഗം ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ ഓടി വന്നത് ചെയ്തു തന്നു കേട്ടോ. പിന്നെ ശരത്തേട്ടൻ ഇങ്ങനെ ഇതൊന്നും ചെയ്യാൻ അറിയില്ല, എനിക്ക് സ്പീഡില്ല, ഇങ്ങനെയൊക്കെ കുറേ പറയും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ പറയും അത് ശരിയാ ചേട്ടാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഉടനെ ഇതൊക്കെ ചെയ്തു തരും. നമ്മളെന്തിനാണ് ചെയ്യുന്ന ഒരാളെ വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നത്? ചെയ്യുന്നവർ ചെയ്യട്ടെ, അത്രയും കുറവ് പണി നമുക്ക് എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഞാൻ ഉപദേശിക്കാമെന്ന് വിചാരിക്കരുത്. സഹായിക്കാൻ വരുന്ന ഒരാളോട് നമ്മൾ നോ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ 1-2 വട്ടം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലില്ല, പിന്നെ അവർ ആ വഴിക്ക് തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല കേട്ടോ. എപ്പോഴും നമ്മൾ പറയാതെ തന്നെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ആൾക്കാരാണെങ്കിൽ അവരത് നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ്. ആ സമയത്ത് നമ്മൾ ഇഗ്നോർ ചെയ്ത് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റും, ഞാൻ ഇത് തന്നെ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് അഹങ്കാരം കാട്ടിയാൽ പിന്നെ ജീവിതകാലം മുഴുവൻ നമ്മൾ തന്നെ പണിയെടുക്കേണ്ടി വരും. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ഇതുപോലെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരെങ്കിലും നമ്മുടെ മക്കളോ ഭർത്താവോ അമ്മയോ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഓർത്ത് നോ പറയരുത് കേട്ടോ. എല്ലാ പണിയും ഏറ്റെടുത്തിട്ട് നടക്കാൻ നമ്മൾ ആർക്കും എഗ്രിമെൻറ്റിൽ എഴുതി ഒപ്പിട്ടൊന്നും കൊടുത്തിട്ടില്ലല്ലോ. നമുക്ക് പറ്റുന്ന പണി ചെയ്യുക. നമ്മൾ ആരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ സഹായം ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യുക. ഈ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കും പിക്കുമോന് സ്കൂളിൽ പോകേണ്ട നേരമായിട്ടുണ്ട്. അവന് ഇച്ചിരി ലേറ്റായിട്ട് പോകേണ്ട, അതിരാവിലെ ഒന്നും പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. വെറും പ്രാക്ടീസിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ കുട്ടി റെഡിമെയ്ഡായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ശരത്തേട്ട അപ്പോഴത്തേക്കും മീനിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കൈയൊക്കെ കഴുകണമല്ലോ, നാറ്റം ഉണ്ടാവില്ലേ സ്കൂളിൽ കൊണ്ടാക്കണ്ടേ. അപ്പോൾ അതൊക്കെ ചെയ്ത് വരുന്ന ഉള്ളിൽ പിക്ക് വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ പോയി. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ശരത്തേട്ടൻ തിരിച്ചു വന്നു. കാരണം നമുക്ക് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു. നല്ല വെയിലായി, നല്ല ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ പുറത്തുനിന്നൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് തിരിച്ചു വന്നു. അപ്പോൾ നമ്മൾ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ റസ്റ്റ് ഷീൽഡ് PU ഇനാമൽ പെയിൻ്റാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് പ്രൈമറിൻ്റെ ആവശ്യമില്ല, അതിൽ മിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്.
അതുപോലെ തന്നെ നമ്മൾ ഇച്ചിരി ടെർപ്പൻറ്റൈൻ ഓയിലായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഇത് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ മിക്സിങ്ങും ആദ്യത്തെ ഒരു കോട്ടിങ് ശരത്തേട്ടൻ അടിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. കാരണം അത് പുറത്തുനിന്ന് ചെയ്യണം. ഞാനപ്പോൾ നമുക്കൊരു കോണിയുണ്ട് അങ്ങനെ കയറി നിൽക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു സാധനത്തിൻ്റെ പുറത്ത് കയറി നിന്നിട്ടാണ് ശരത്തേട്ടൻ ഇത്രയും ഭാഗം അടിച്ചത് കേട്ടോ. എനിക്ക് പിന്നെ അടുക്കളയിൽ പണി ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഇട്ടിട്ട് പിന്നെ വരാനുള്ള സമയവും എനിക്കുണ്ടായിരുന്നല്ലോ. അത് മാത്രമല്ല ശരത്തേട്ടന് ഭയങ്കര പേടിയാണ് ഞാൻ ഇതിൻ്റെ മേലേക്ക് തണ്ണി ഇളപ്പൊക്കെ കയറി ചെയ്താൽ തലയും കുത്തി എപ്പോൾ താഴെ വീണെന്ന് ചോദിച്ചാൽ മതി. അത് ശരത്തേട്ടന് നന്നായിട്ട് അറിയാവുന്ന കാരണം കൊണ്ടാണ് കേട്ടോ. ഈ ഭാഗത്തൊക്കെ ഞാൻ ചെയ്തോളാം. ശരത്തേട്ടന് ഭയങ്കര പേടിയാണ് കേട്ടോ ഞാൻ മേലെ വലിഞ്ഞു കയറുന്നതും പൊത്തിപ്പിടിച്ച് കയറുന്നതും. ആളില്ലാത്ത സമയത്ത് തന്നെ ഞാൻ ഓരോന്ന് ഒപ്പിക്കാറുണ്ട്. അത് കാരണം കൊണ്ടാണ് ഇപ്പം ഇതെല്ലാം ശരത്തേട്ടൻ ചെയ്യാമെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങകത്തേക്ക് പോന്നു. മീനെ ഫ്രൈ ചെയ്യാനായിട്ട് വെക്കണം. തീ ചൂടാവുന്നുള്ളൂ. അപ്പം ഇനിയിപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അകത്തുനിന്നുള്ള പെയിന്റിങ് മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ശരത്തേട്ടൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് കൈക്ക് വേദനയുള്ള കാരണം കൊണ്ടേ എന്താ പറയാ എരിവൊന്നും ആവാൻ പറ്റില്ല. അതുകൊണ്ടാണ് ശരത്തേട്ടൻ ഈ മീനൊക്കെ ചെയ്ത് തന്നത് കേട്ടോ. ഇപ്പൊ ഞാൻ കൈ കൊണ്ട് തന്നെ എടുക്കാൻ പോണേ, നീറോന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്താണെങ്കിലും ശരത്തേട്ടന്റെ പെയിന്റിങ് ഫ്രണ്ടിൽ നിന്നുള്ളത് തീർന്നു കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് ഞാൻ അടിക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. എനിക്ക് ഫ്രണ്ടിൽ നിന്ന് അടിക്കണമെങ്കിൽ തന്നെ ഒരാളുടെ ഹെൽപ്പ് വേണം. ശരത്തേട്ടന്റെ പേടിയാണ് ഞാൻ അതിലൊക്കെ കയറി നിന്നിട്ട് അതുപോലെ അങ്ങനെ മറിഞ്ഞു വീണ പണിയാവും. അത് മാത്രമല്ല എനിക്ക് വിരലിന് പ്രശ്നമുള്ള കാരണം കൊണ്ട് എവിടെയെങ്കിലും ഹോൾഡ് ചെയ്ത് ഇങ്ങനെ മുറുക്കെ പിടിക്കാനൊന്നും പറ്റില്ല. വിരലിന് വേദനയുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് അത് ചെയ്യാൻ പറ്റും. പുള്ളി നമ്മൾ അത്ര അങ്ങോട്ട് പ്രശ്നമില്ല. അപ്പോൾ ആ സമയത്ത് ശരത്തേട്ടന് റെസ്റ്റ് എടുക്കുകയും ചെയ്യാം. അപ്പുറത്തെ വീട്ടുകാർ ഇവിടുന്ന് ഒഴിഞ്ഞു പോവാണ്. അപ്പം അതിൻ്റെ ബഹളമാണ് കേട്ടോ അപ്പുറത്ത്. അതാണ് ഞാൻ കൂടുതലും സംസാരിക്കാത്തത്. അവരിങ്ങനെ പാക്കിങ്ങും അതിൻ്റെയൊക്കെ തിരക്കുകളാണ്. അതുകൊണ്ടാണ് അവരിങ്ങനെ ഒച്ചപ്പാട് ഉണ്ടാക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് മീൻ നന്നാക്കാനല്ല മീൻ ഫ്രൈ ചെയ്യാൻ വയ്ക്കാം. എന്നിട്ട് ഊണ് കഴിച്ചിട്ട് അപ്പോഴത്തേക്കും പിക്ക് വരും. അവനൊരു 2 മണിയൊക്കെ ആകുമ്പോൾ വരും. അപ്പോൾ അവനെ കൊണ്ടുവരാനായിട്ട് ശരത്തേട്ടൻ പോകും. അപ്പം അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഊണ് കഴിക്കണം. മീൻ ഫ്രൈ ചെയ്യാനായിട്ട് വെക്കാൻ പോകാനായിട്ട് ഞാൻ ഡോഗിന്റെ ഹെയർ ഉണ്ടമ്മ. അങ്ങനെ മീൻ വറുക്കലും കൂടി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അപ്പോൾ എനിക്ക് കൈയിൻ്റെ വിരലിലൊന്നും വേദന ഇല്ല കേട്ടോ. എനിക്ക് അങ്ങ് പെയിൻ്റ് അടിക്കാൻ ഇങ്ങനെ മുട്ടി നിൽക്കുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പുറത്തൊക്കെ കണ്ട് ഞാൻ വലിഞ്ഞ് കയറാൻ തുടങ്ങിയിട്ട് ഈ സമയപ്പോഴത്തേക്കും കൈയിൻ്റെ വിരലിൻ്റെ വേദനയൊക്കെ ഞാൻ അങ്ങ് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരത്തേട്ടൻ ഇടയ്ക്ക് ചോദിക്കുകയും ചെയ്തിട്ട് അപ്പോൾ വിരലിൻ്റെ വേദനയൊന്നും ഇല്ലേന്ന്. ഞാൻ പിന്നെ ഇല്ല എന്ന് പറഞ്ഞിട്ട് പൊത്തി പിടിച്ച് കയറി ബാക്കി ഞാൻ അടിച്ചോളാം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ പണി തുടങ്ങിയിട്ട്. അപ്പോൾ ശരത്തേട്ടൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. എൻ്റെ കൈ തട്ടും ഇറങ്ങിക്കോ പിന്നെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞാൻ സമ്മതിക്കില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ എനിക്ക് പെയിൻ്റൊക്കെ ഒഴിച്ച് തന്ന് എന്താ പറയുക അങ്ങനെ കുറേ ഉപദേശങ്ങളൊക്കെ തരും. അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. ഞാനതൊക്കെ കേൾക്കുകയും ചെയ്യും കേട്ടോ. ശരത്തേട്ടൻ അത് പറയും, ഞാനത് കേൾക്കും, എന്നിട്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യും. അങ്ങനെയാകുമ്പോൾ ഈ പറയുന്നവർക്കും വിഷമം ഉണ്ടാവില്ല, നമുക്കും വിഷമം ഉണ്ടാവില്ല. നമുക്കൊരാൾ ഒരു കാര്യം പറയുമ്പോൾ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നൊരു തോന്നൽ വരാൻ പാടില്ലല്ലോ എന്ന് കരുതി ഒരാൾ പറയുന്നത് മുഴുവൻ നമ്മൾ കേട്ടോണം എന്നും നിയമമില്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എടുക്കുക, ആവശ്യമില്ലാത്തത് അങ്ങ് ഇങ്ങനെ തട്ടിക്കളയാം. ടുഷ് എന്ന് പറഞ്ഞിട്ട് തട്ടിക്കളയാം. അത് അവർ കാണാൻ പോകുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ നല്ലത് മാത്രം ആക്സെപ്റ്റ് ചെയ്യുക, വേണ്ടാത്തതൊക്കെ ഇപ്പം ഞാൻ ശരത്തേൻ്റെ കാര്യമല്ല പറയുന്നത്, നമുക്ക് ചുറ്റുള്ള ആരുടെ കാര്യമാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ എടുക്കുക, വേണ്ടാത്തത് നമ്മൾ കളയുക. ഒന്നിനും തർക്കുത്തരത്തിനും ഇതിനൊന്നും പോകാൻ നിൽക്കേണ്ട കാര്യമില്ല. പണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ കുറേ തർക്കുത്തരത്തിനൊക്കെ പറയാൻ നിൽക്കുന്ന ആളായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, എനിക്ക് അത്രയും ഹർട്ടായി അല്ലെങ്കിൽ എനിക്ക് അത്രയും ഇതായെങ്കിൽ മാത്രം ഞാൻ തർക്കുത്തരം പറയും. അല്ലാതെ ഞാൻ പറയുന്നില്ല കേട്ടോ. ഞാനതങ്ങ് കേട്ടിട്ട് അങ്ങ് വിടും, അത്രയേ ഉള്ളൂ.
അപ്പോൾ അതിനിടയ്ക്ക് തനുക്കുട്ടി ഒന്ന് വന്നായിരുന്നു, ഒന്ന് പെയിൻ്റ് അടിച്ചിട്ട് പോയായിരുന്നു. ഒരു രസമല്ലേ കുട്ടികൾക്ക് നമ്മൾ ചെയ്യണ കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും. എനിക്കും ഇത് ചെയ്യാൻ പറ്റില്ല, അയ്യോ എനിക്കും ഇത് ചെയ്യണമല്ലോ എന്നുള്ളൊരു തോന്നല്. പിന്നെ നമ്മളത് നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അവരും വലുതാവും. നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ കുറച്ചൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ചില കാര്യങ്ങളിൽ മാത്രം നമ്മൾ വേണ്ട സ്ഥലങ്ങളിൽ ഒന്ന് കണ്ണടിച്ച് നമുക്ക് വല്ലൊരു ഹെൽപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം കേട്ടോ. എല്ലാ ദിവസവും ഒരേ പണി തന്നെ എടുക്കുമ്പോൾ നമുക്ക് മടുപ്പ് വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് ഹെൽപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അല്ലാതെ ഈ വക ചെറുകിട കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇൻട്രസ്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് ഈ പെയിൻ്റ് അടിക്കുക, എന്തെങ്കിലുമൊക്കെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക, അങ്ങനത്തെയൊക്കെ പണികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം കൊണ്ട് ഈ വക കാര്യങ്ങളിലൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ശരത്തേട്ടനും അങ്ങനെ എന്തൊരു ഉത്സാഹപ്പെടുത്തൊന്നുമില്ല, ചെയ്യണമെങ്കിൽ ചെയ്തോളാം പറയണം. അത് ലാഭം നോക്കുക എന്നുള്ള ഒരു ചിന്ത വെച്ചിട്ടൊന്നുമല്ല, നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ഇവിടെ ഞങ്ങൾ സത്യം പറയുകയാണെങ്കിൽ അടിയായിരുന്നു. ഞാൻ പെയിൻ്റ് അടിക്കാം, നീ പെയിൻ്റ് അടിക്കാം, പിള്ളേരാണെങ്കിൽ ഞങ്ങൾ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്താ പറയുക, ഒരു മത്സരം പോലെയായിരുന്നു കേട്ടോ. ശരത്തേട്ടൻ അങ്ങനെ നിർത്താൻ നോക്കി നിൽക്കുമായിരുന്നു. ഞാൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് പിന്നാലെ നിന്ന് സ്വൈര്യം കൊടുക്കാഞ്ഞിട്ടാണ് അവസാനം എനിക്ക് തന്നത്. അപ്പോൾ എൻ്റെ കൈമത്തെ വേദന എവിടേക്ക് പോയെന്ന് എനിക്ക് തന്നെ അറിയില്ല. കാരണം അതെനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ പെയിൻ്റ് നല്ല രീതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരുന്നു. ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും പെയിൻ്റ് അടിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞു തരാം. നമ്മളെപ്പോഴും പെയിൻ്റ് അടിക്കുമ്പോൾ ചെറിയ ബ്രഷ് വാങ്ങുന്നതായിരിക്കും നല്ലത് കേട്ടോ. അതായത് ഇങ്ങനെ അഴികളൊക്കെയുള്ള ഗേറ്റൊക്കെയാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സർഫേസിലാണ് പെയിൻറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ചെറിയ ബ്രഷ് അതിനനുസരിച്ച് നോക്കിയിട്ട് വാങ്ങിക്കുക. അതല്ല ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള ഭാഗങ്ങളുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് വലിയ ബ്രഷ് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം സ്പീഡിൽ പെയിൻ്റ് അടിച്ച് തീർക്കാനായിട്ട് പറ്റും കേട്ടോ. എനിക്കിപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ അഴികളുള്ള ഭാഗത്തൊക്കെ ഈ ഒരു വലിയ ബ്രഷ് ആയതുകൊണ്ട് എനിക്ക് അടിക്കാൻ കുറച്ച് സമയം കൂടുതൽ എടുത്തായിരുന്നു. പിന്നെ നമ്മൾ ഈ പെയിൻ്റ് അടിക്കാരൊന്നും അല്ലല്ലോ ഇങ്ങനെ എക്സ്പേർട്ടായിട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ശ്രദ്ധിച്ചൊക്കെ സമയം എടുക്കേണ്ടി വരും കേട്ടോ നമുക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അടിച്ച് തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഒരേ ദിശയിലേക്ക് അടിക്കുകയായിരിക്കും നല്ലതെന്നൊക്കെ എനിക്ക് തോന്നി. ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിപ്പം ഈ ഫുൾ ഗേറ്റും ഈ ഭാഗമൊക്കെ പെയിൻ്റ് അടിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ പേരിൽ പറഞ്ഞു തന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞ പെയിൻറ്റ് തന്നെ വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ഗ്ലോയി എഫക്റ്റ് ഒരു ഫിനിഷിംഗ് ഒക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആഫ്റ്റർ പെയിൻറ്റിങ് കാണാനായിട്ട്. പിന്നെ ഞാൻ ഈ വൈറ്റ് അടിക്കുന്ന ഭാഗമൊന്നും ഇനിയിപ്പോൾ കാണിക്കുന്നില്ല, കാരണം ത്രൂ ഔട്ട് ഈ വീഡിയോയിൽ പെയിൻറ്റിങ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇനി അടുത്ത വ്ളോഗിലായിരുന്നു, അതായത് അടുത്ത ദിവസമായിരുന്നു നമ്മൾ വൈറ്റ് അടിച്ചത്. അപ്പോൾ പിന്നെ വീണ്ടും ഈ റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ വീഡിയോ എടുക്കുന്നില്ല കേട്ടോ. ഇനി വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പെയിൻറ്റ് അടിക്കുന്ന ഒരു ദിവസം വരികയാണെങ്കിൽ അന്നേരം ആ വീഡിയോ ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ പെയിൻറ്റിങ് ഒക്കെ ഈ ഒരു സമയമായപ്പോൾ ഞാൻ അവസാനിപ്പിച്ചു. ബാക്കി ഏറ്റവും അടിഭാഗം ഞാൻ ശരത്തേട്ടന് അടിക്കാനായിട്ട് കൊടുത്തു കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ചെടികളുടെ അടുത്തേക്ക് പോകണമായിരുന്നു. അപ്പോൾ അവർക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കണം. ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ചൂടുള്ള സമയമല്ലേ, ചെടികളൊക്കെ ഇങ്ങനെ വാടി തുടങ്ങും. ഇപ്പോൾ ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ നിറച്ച് പൂവാണ് കേട്ടോ. റോസപ്പൂവിൻ്റെയൊക്കെ എന്താ പറയുക, ഒരു ഉത്സവം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മൾ ലാസ്റ്റ് മന്ത് മേടിച്ചിട്ടുണ്ടായിരുന്ന റോസപ്പൂവിൻ്റെ ചെടിയാണ് കേട്ടോ ഈ ചെറിയ പൂവുള്ളത്. ഇതിൽ 5 ഇതളേ കാണുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതിൽ നിറച്ച് പൂവിടാൻ മുട്ടൊക്കെ വന്ന് നിറച്ച് പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലക്കിലി എനിക്ക് ആ കിട്ടിയ പ്ലാന്റ് നല്ലതായിരുന്നു കേട്ടോ. അത് മാത്രമല്ല ഒരുപാട് വേറെ ചെടികളിലും പൂക്കളുണ്ട് കേട്ടോ. ഇപ്പോൾ ശരിക്കും നമ്മുടെ വീട്ടിൽ ഒരു പൂക്കാലം എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര ഭംഗിയാണ്. മേലെ പോയാൽ അവിടെ നിന്ന് എനിക്ക് കണ്ണെടുക്കാനും തോന്നില്ല, എനിക്ക് അവിടെ നിന്ന് ഇറങ്ങി വരാനും തോന്നില്ല. അങ്ങനെ ചെടികൾക്ക് വെള്ളമൊക്കെ ഒഴിച്ച് തിരിച്ച് വന്ന് ഞാനും ശരത്തേട്ടനും കൂടിയിട്ട് കുട്ടികളെയും കൊണ്ട് പിക്ക് ട്യൂഷന് പോയി കേട്ടോ. കൊണ്ട് ഒരു ചായ കുടിക്കാമെന്നും പറഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാനിവിടെ ബോളിയില്ലേ നമ്മുടെ അവിടുത്തെ നാട്ടിലത്തെ അതേ സാധനമാണ് കേട്ടോ ഇത്. ഇവിടുത്തെ പേര് വേറെയാണ്. അപ്പോൾ അത് ഞാൻ അവിടെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഡൗട്ട് തോന്നിയിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ ചില്ലി ഗോബി ഉണ്ടാവില്ലേ 65, അതും മേടിച്ച് ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ച് ഞങ്ങളൊന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. കുറേ നേരത്തെ പണിയായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ സിനിമയ്ക്ക് പോയി കേട്ടോ. രാത്രിയായിരുന്നു. തിരിച്ചു വന്നിട്ട് പിന്നെ കുറച്ച് നേരം എടുക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ രാത്രി മൂവി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് കുറേ പണിയെടുത്ത ദിവസമല്ല. അപ്പോൾ ശരത്തേട്ടൻ പറഞ്ഞു നമുക്കൊന്ന്
റിലാക്സ്ഡ് ആവണമെങ്കിൽ ഒരു സിനിമ കാണുക, ഇങ്ങനെ വന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങുക, ഇതൊക്കെ ചെയ്യും കേട്ടോ ശരത്തേട്ടൻ. ഞാൻ എത്ര അധികം ജോലി ചെയ്യണ ദിവസം ഇങ്ങനെയൊക്കെ എനിക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ശരത്തേട്ടൻ ചെയ്യാറുണ്ട് കേട്ടോ. അതുകൊണ്ടും കൂടിയൊക്കെ തന്നെയാണ് നമുക്കിതിനോട് ഒരു ഇൻട്രസ്റ്റ് വരുന്നത്. കാരണം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ കൂടെയുള്ള ആൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് കേട്ടോ. അതിപ്പോൾ ഞാനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഈ ലോകം മുഴുവൻ നമുക്ക് എതിരെ നിന്നാലും നമ്മുടെ കൂടെ ജീവിക്കുന്ന ആൾ, നമ്മുടെ പാർട്ട്ണർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് വേറെ ഒന്നും ഒരു വിഷയമേ ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ മേലേക്ക് വന്നു. വീക്കെൻഡുകൾ, അതായത് ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ എന്ന് പറയുന്നത് ബാംഗ്ലൂർ നൈറ്റ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഭയങ്കര ഒരു വൈബാണ്. ഞങ്ങൾ 2 പ്രാവശ്യം മറ്റോ ഇതുപോലെ പോയിട്ടുണ്ട് കേട്ടോ, ഇതുപോലെ മ്യൂസിക്കൽ നൈറ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. പിന്നെ കുട്ടികളെ കൊണ്ട് അതിനകത്ത് കയറിയിട്ട് കുറേ ടൈം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് നല്ല ഡിഫിക്കൽട്ടാണ്. പിന്നെ ഓരോ ഷോയ്ക്കും ഇങ്ങനെ റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ചിലയിടത്ത് കുട്ടികളെ അവർ അലൗ ചെയ്യില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി കണ്ടൊക്കെ നമുക്ക് പോകാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് തിയേറ്ററിൽ നമ്മൾ സാധാരണ പോകുന്നതിന് കഴിഞ്ഞും അധികം തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർക്ക് കോൺഫ്ലേക്സേ ഇവർക്ക് പോപ്കോണും എന്തൊക്കെയോ മിഠായും അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് അകത്തേക്ക് കയറിയത്. നല്ല കളർഫുള്ളായിട്ടുള്ള ലോലിപോപ്പ് പോലത്തെയൊക്കെ സാധനമൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോ 10 മണിക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ ഏകദേശം ആ സമയത്തിനോട് അടുത്ത് ഇതിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കാണാൻ പോണ സിനിമ ബ്രഹ്മയുഗമായിരുന്നു. എൻ്റെ ദൈവമേ, ഇതുപോലൊരു പടം നിങ്ങൾ എന്തായാലും പോയി കാണണം കേട്ടോ. മമ്മൂട്ടി എന്നൊക്കെ പറയും, മമ്മൂട്ടി മാത്രമല്ല ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ള ഓരോ വ്യക്തികളും അത്രയും സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവരുടെ വേറൊരു രൂപം, ഭാവമാറ്റം നമുക്ക് ഈ സിനിമയിൽ ത്രൂ ഔട്ട് കാണാനായിട്ട് പറ്റും. അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാത്രി ഏകദേശം 1 മണിക്ക് ശേഷമാണ് കേട്ടോ സിനിമ തീർന്നത്. ആദ്യത്തെ ഒരു അരമണിക്കൂറിൽ തന്നെ തനുകുട്ടി കിടന്ന് ഉറങ്ങിയിട്ടോ. അവൾക്ക് സീറ്റൊക്കെ എടുക്കുന്നത് വെറും കടമാണ്. പിന്നെ നമ്മളിതാ വീട്ടിലേക്ക് തിരിച്ചു പോരാണ്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വ്ളോഗ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബായ്.